ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘയുടെ ഓഫീസിൽ വന്നിട്ട് ആ ഓഫീസർമാരൊക്കെ കൂടി മേഘയെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. മേഘ മെറ്റീരിയൽ വാങ്ങിയിട്ട് പണം കൊടുക്കാത്ത ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വാസുവും മനോഹരനും മേഘക്കൊപ്പം തന്നെയുണ്ട്. മാത്രമല്ല, വാസു പറയുന്നുണ്ട് അവർ മേഘയുടെ കൈയൊക്കെ പിടിക്കുമ്പോൾ സ്ത്രീയുടെ കൈ പിടിച്ച് എന്താ കേസാവുമെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിലൊരു ഗുണ്ട വാസുവിനെ തല്ലുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കടം വാങ്ങിയിട്ട് കൊടുക്കാത്തതും പോരാനി ഇങ്ങോട്ടേക്ക് പഠിപ്പിക്കാൻ വരുന്നോ? ആദ്യം കടം വാങ്ങിയ പൈസ കൊടുത്ത് കാണിക്കേ. അതുകൂടെ കണ്ടപ്പോൾ മേഘയും മനോഹരനും വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, മനോഹരൻ ചോദിക്കുന്നുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേഹത്ത് കൈവെക്കുന്നത് എന്തിനാ? എന്താടാ, നിനക്കും കൂടി വേണോ എന്ന് ചോദിച്ചിട്ട് ആ ഗുണ്ട തന്നെ മനോഹരനെയും തല്ലുവാണ്. വാസുവും മേഘയും പരിഭ്രമിച്ച് നിന്നപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, ഏയ്, ഞങ്ങൾ രണ്ട് ആണുങ്ങളുടെ ദേഹത്ത് നീ കൈവച്ചു, മേഘയുടെ ദേഹത്ത് കൈവെക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടോടാ എന്ന് മനോഹരൻ ചോദിക്കുകയാണ്. മനോഹരൻ എപ്പോഴും ഉള്ളതാണ്, അയാൾക്കൊരു തല്ല് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അടുത്ത ആൾക്കും കൂടി കിട്ടണമെന്ന് അയാൾക്കൊരാഗ്രഹമാണ്. അതെന്താടാ മേഘയെ തല്ലിയെന്താ എന്നും ചോദിച്ചുകൊണ്ട് ആ ഗുണ്ട അവർ രണ്ടുപേരെയും വകഞ്ഞു മാറ്റിയിട്ട് നേരെ മേഘയുടെ അടുത്തേക്ക് പോയിട്ട് മേഘയുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മനോഹരൻ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അയാൾ മേഘയെ തല്ലുന്നു. അടി കൊണ്ടതിന് ശേഷം മേഘ ദേഷ്യത്തോടെ മനോഹരനോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മവാ, നിങ്ങൾക്കൊന്ന് വായ് പൂട്ടി നിന്നൂടെ? വാ മേഘ മോളെ, വാ നമുക്ക് പോവാം. മനോഹരനും വാസുവും പറയാണ്, വാ മേഘ പോവാം, ഇനി ഇവിടെ നിന്ന് ഇവർ വീണ്ടും തല്ലും. വാസുവും പറയുന്നുണ്ട്. അങ്ങനെ അവർക്കൊപ്പം മേഘയും പുറത്തേക്ക് പോവുകയാണ്. അവരാണെങ്കിൽ എന്തോ മൃഗത്തെ തൊഴിച്ച് പുറത്തേക്ക് ആക്കുന്നത് പോലെയാണ് ആ ഗുണ്ടകൾ ഇവരെ 3 പേരെയും തൊഴിച്ച് പുറത്തേക്കാക്കുന്നത്. അവരെ 3 പേരെയും പുറത്താക്കിയിട്ട് ഗുണ്ടകൾക്കൊപ്പം തന്നെ ആ ഓഫീസേഴ്സ് 3 പേരും അവരും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പുറത്തെത്തിയതിന് ശേഷം ആ ഗുണ്ട തന്നെയാണ് ലോക്കിടുന്നത്. അതായത് ആ ഓഫീസിൻ്റെ ഗേറ്റ് പുറത്തു നിന്ന് അടയ്ക്കുകയാണ്. അത് കണ്ട് മേഘ സങ്കടത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു ഓഫീസ് നോക്കിക്കൊണ്ട്. അപ്പോൾ അതിലൊരു ഓഫീസർ വന്ന ഒരാൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ 1 മാസത്തെ സമയം തരാം. അതിനകം ഞങ്ങൾക്ക് 3 പേർക്കും തരാനുള്ള 60 ലക്ഷം രൂപ തന്നു തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓഫീസ് വീണ്ടും നിങ്ങൾക്ക് തന്നെ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് തരാൻ സാധിക്കില്ലെങ്കിൽ ഞങ്ങൾ ഈ ഓഫീസ് തന്നെ വിറ്റിട്ട് ഞങ്ങൾക്കുള്ള പണം കണ്ടെത്തിക്കോളാം. അതുകൂടെ കേട്ടപ്പോൾ മേഘയും മനോഹരനും വാസുവൊക്കെ ആകെ ഡെസ്പാവുകയാണ്. അതിനുശേഷം അവർ 3 പേരും അവിടുന്ന് പോകുന്നുണ്ട്. അവർക്കൊപ്പം അവരുടെ ഗുണ്ടകളും പോവുകയാണ്. അപ്പോൾ മേഘയും മനോഹരനും വാസു അവിടെ നിന്നിട്ട് അവർ പോകുന്നത് വരെ നോക്കിയതിന് ശേഷം മനോഹരൻ പോയിട്ട് ആ പൂട്ട് നോക്കുവാണ്. അതിനുശേഷം മേഘയോട് പറയുന്നുണ്ട്, മേഘ, നമുക്ക് ഈ പൂട്ട് പൊട്ടിച്ചിട്ട് അകത്തേക്ക് കടന്നു പോയാലോ? അയ്യോ, എൻ്റെ അമ്മാവ, ഒന്ന് വായ പൂട്ടാമോ? മേഘ ചോദിച്ച കേട്ടപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, വേണ്ട അല്ലേ, ഒരുപക്ഷെ അവർ വീണ്ടും വന്നിട്ട് ചെകിട്ടത്ത് നേരത്തെ തന്നതുപോലെ ഓരോന്ന് തന്നാലോ? ശരി മേഘ, വീട്ടിലേക്ക് പോവാം, വാ എന്ന് പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് നടന്നപ്പോഴാണ് മനോഹരൻ ഓർമ്മ വന്നത്. അയ്യോ, കാറില്ലല്ലോ അല്ലേ, നടന്നു പോണ്ടേ, വാ. അയ്യോ, മേഘയ്ക്ക് മനോഹരൻ്റെ ആ പൊട്ടംകളി കാണുമ്പോൾ ദേഷ്യം വരുവാണ്. മേഘയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പോവാൻ തോന്നുന്നേയില്ല. അവൾ അവിടെ തന്നെ നിന്നുകൊണ്ട് ആ കമ്പനിയുടെ പേര് ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. അവൾക്ക് കുറ്റബോധവും സങ്കടവും ഒപ്പം തന്നെ കമ്പനി നഷ്ടപ്പെട്ടതിലുള്ള വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാസു അവളോട് പറയുന്നുണ്ട്, മേഘ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മോളെ, വാ, തൽക്കാലം നമുക്ക് വീട്ടിലേക്ക് പോവാം. എത്ര നേരം വെച്ചിട്ടാണ് മേഘ ഇവിടെ നിൽക്കുക, വാ പോവാം. അപ്പോൾ വാസു അങ്ങനെ പറഞ്ഞപ്പോൾ മേഘ കണ്ണീരോട് കൂടി നടക്കുകയാണ്. വാസുവും കമ്പനി ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയതിന് ശേഷം അവൾക്ക് പിന്നാലെ നടക്കുന്നുണ്ട്. അതേസമയം വീട്ടിലാണെങ്കിൽ മുത്തശ്ശി ആകെ വിഷമത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. മനോഹരൻ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് മാലതി ചേച്ചി കരയുന്നതാണ്. അപ്പോൾ അയാളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ചേച്ചി ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? നമ്മളെ ഓഫീസിൽ നിന്നും പറഞ്ഞു വിട്ടത് ചേച്ചി അറിഞ്ഞോ? ചേച്ചി എന്തിനാവും കരയുന്നത്? ഒരു ഐഡിയ ഇല്ലല്ലോ. എന്നിട്ട് മനോഹരൻ സാധാരണ പോലെ തന്നെ ചോദിക്കുകയാണ്, ചേച്ചി, എന്താ ഉള്ളിയോ മറ്റോ അരിഞ്ഞോ? മാലതിയാണെങ്കിൽ മനോഹരൻ വന്നതുപോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മനോഹരൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവർ കണ്ണീര് തുടക്കുന്നത്. അതെന്താടാ നീ അങ്ങനെ ചോദിച്ചത്? അതല്ല, ചേച്ചിയുടെ കണ്ണിന്ന് ഇത്രയധികം വെള്ളം ഒരുപോലെ വരുന്നത് കണ്ടിട്ട് ചോദിച്ചതാ. അതെന്താടാ, സവാള അരിഞ്ഞാൽ മാത്രമേ കണ്ണിന്ന് വെള്ളം വരുമോ? എൻ്റെ ഇപ്പോഴത്തെ ഗതികേട് ആലോചിച്ചിട്ട് ഞാൻ കരയായിരുന്നു. ആ വലിയ വീട്ടിൽ മഹാറാണിയെ പോലെ ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ കൂട്ടിക്കൊണ്ട് വന്ന് ഈ ഓടിട്ട വീട്ടിൽ ഒരു സാധാരണക്കാരി ആക്കിയില്ലേടാ നിങ്ങൾ രണ്ടുപേരും ചേർന്ന്. നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിച്ചതിന് ഇതും കിട്ടും, ഇതിനേക്കാളിലും കിട്ടും. അപ്പോൾ മനോഹരൻ പറയാണ്, ചേച്ചി, ജീവിതം എന്ന് വെച്ചാൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. ഒരു കാലത്ത് നമ്മൾ ഉയർച്ചയിലായിരുന്നു, ഇപ്പം നമ്മൾ താഴ്ചയിലേക്ക് വന്നു, ഇനി വീണ്ടും നമ്മൾ ഉയർച്ചയിലേക്ക് പോവും. അയ്യോ, ഒന്ന് നീ വായ പൂട്ടുന്നുണ്ടോ? അല്ലെ നിന്റെ കവളത്ത് നോക്കി ഞാനൊന്ന് പൊട്ടിച്ചു തരും. മാലതിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു.
ഷേ, ഒരു പഞ്ച് ഡയലോഗ് പറയാന്ന് വെച്ചാൽ ഈ ചേച്ചി അതിനും സമ്മതിക്കില്ല. മനോഹരം പിറുപിറുക്കുകയാണ്. അപ്പോൾ മാലതി പറയുന്നുണ്ട്, മേഘ നന്നായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴാണോ നീ ഈ വീട്ടിലേക്ക് വന്നത് അതിനുശേഷമാണ് മേഘ നിന്നെപ്പോലെ ബുദ്ധിയില്ലാതെ പെരുമാറാൻ തുടങ്ങിയത്. അടിത്തറ നന്നായാലല്ലേ ജീവിതം നന്നാവുള്ളൂ. അപ്പോൾ മനോഹരനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ചേച്ചി അതുതന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. മേഘയുടെ അടിത്തറ ശരിയല്ല. നിങ്ങളെപ്പോലുള്ള ആള് മുത്തശ്ശി ആയത് കാരണമാണ് മേഘയുടെ അവസ്ഥ ഇങ്ങനെ ആയത്. അതേടാ, നീ തന്നെ ഇങ്ങനെ പറയണം. അനിയനായതുകൊണ്ട് ജയിലിൽ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജാമ്യം എടുത്തിട്ട് നിന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ലേ? അത്രയൊക്കെ സഹായം ചെയ്തതിന് നീ ഇതും പറയും, ഇതിൻ്റെ അപ്പുറവും പറയും. അപ്പോഴേക്കും ചവിട്ടിത്തുള്ളി മേഘയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മേഘ വന്ന് ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അകത്ത് വന്നിരിക്കുകയാണ്. മേഘയുടെ വരവ് കണ്ടപ്പോൾ തന്നെ മുത്തശ്ശിക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവർ ചോദിക്കുന്നുണ്ട്, മേഘ മേഘ എന്താ ഇങ്ങനെ ദേഷ്യത്തോടെ വരുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? മേഘ കരഞ്ഞുകൊണ്ട് പറയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ആറ്റിലോ കുളത്തിലോ ചാടിയിട്ട് മരിക്കാന്നാ തോന്നുന്നത് മുത്തശ്ശി. മേഘയുടെ സംസാരം കേട്ടപ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടിത്തരിച്ചു നിന്നിട്ട് മനോഹരനെ നോക്കുവാണ്. അയാളുടെ മുഖത്ത് ആ ഒരു ഗൗരവഭാവം തന്നെയായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ മേഘ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ കാര്യം അത് പറ. ഇനി എന്ത് സംഭവിക്കാനാ ജീവിതത്തിൽ? ഇതും കൂടി എനിക്ക് അനുഭവിക്കാനുള്ളൂ. അതും അനുഭവിച്ചു. ഓഫീസ് മാത്രമാണ് എൻ്റെ പേരിലുണ്ടായിരുന്നത്. അവസാനം കടക്കാർ കയറി വന്ന് എന്നെ ഓഫീസിൽ നിന്ന് വിരട്ടി ഓടിച്ചു. അങ്ങനെ അതും എനിക്ക് നഷ്ടമായി. മേഘ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ മാലതി മുത്തശ്ശി ശരിക്കും ഷോക്കായി നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ട് മേഘ പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. മേഘയുടെ കരച്ചിൽ കാണുമ്പോൾ മുത്തശ്ശിക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. മേഘ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വീട് പോയി, ബിസിനസ് പോയി, ഇപ്പോൾ ഓഫീസും പോയി. എന്താ മേഘ നീ പറയുന്നത്? മുത്തശ്ശി ചോദിച്ചപ്പോൾ മേഘ കരഞ്ഞുകൊണ്ട് പറയാണ്, അതേ മുത്തശ്ശി. എന്നിട്ട് അല്പം മുൻപ് ഓഫീസിൽ നിന്നും പിടിച്ചിറക്കി വിട്ടതാണ് മേഘ ചിന്തിക്കുന്നത്. അവിടെ വെച്ച് അവർ കവിളിൽ തല്ലിയതും അതിനുശേഷം പുറത്ത് വെച്ചിട്ട് ലോക്കിട്ടപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് തരാനുള്ള 60 ലക്ഷം രൂപ ഒരു മാസത്തിനുള്ളിൽ തന്നു തീർക്ക്, അല്ലെങ്കിൽ ഈ ഓഫീസ് സെയിൽ ചെയ്തിട്ട് ഞങ്ങൾ ആ പണം കണ്ടെത്തിക്കോളാം. ഓഫീസിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മേഘ മുത്തശ്ശിയോട് പറഞ്ഞ സമയത്ത് അവരാകെ അപ്സെറ്റ് ആവുകയാണ്. മേഘ, എല്ലാത്തിനും കാരണം നീ ഒരൊറ്റ ഒരാളാണ്. ആര് പറയുന്നതും കേൾക്കാതെ നീ നിൻ്റെ ഇഷ്ടത്തിനാണ് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഈ അവസ്ഥയിലാവാൻ കാരണവും നീ തന്നെയാണ്. മേഘ മുത്തശ്ശിയെ നോക്കിയ സമയത്ത് അവർ പറയുന്നുണ്ട്, ആരോ പറഞ്ഞത് കേട്ടിട്ട്, ഒരു വിശ്വാസമില്ലാത്ത ആരോ ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഏതോ ഒരു പുറമ്പോക്ക് സ്ഥലം വാങ്ങിയിട്ട് 50 കോടി രൂപയാണ് നീ നഷ്ടപ്പെടുത്തിയത്. മേഘ മറുപടിയൊന്നും പറയാതെ തലതാഴ്ത്തിയിരിക്കുകയാണ്. അങ്ങനെ അന്ന് നീ ചെയ്തില്ലായിരുന്നെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ഈ അവസ്ഥയിലേക്ക്, ഗതികെട്ട അവസ്ഥയിലേക്ക് വരുമായിരുന്നോ? മുത്തശ്ശി സങ്കടം പറയുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഒക്കെ എൻ്റെ തലയിൽ എഴുത്താ, ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടാവും. മേഘ പരിതപിച്ച് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ കല്യാണം നടത്തി തന്ന് നിനക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നിട്ട് ആ വീട്ടിൽ നിനക്കൊപ്പം നിന്നിട്ട് വേണം കണ്ണുപൂട്ടാൻ എന്നാണ് ഞാൻ കരുതിയത്. അതിന് നീ ഇപ്പോൾ വിധിയില്ലാതെ ആക്കിക്കളഞ്ഞു. ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നുള്ളത് പോ. മുത്തശ്ശി കരഞ്ഞുകൊണ്ട് സംസാരം പകുതിക്ക് നിർത്തുവാണ്. അപ്പോഴാണ് മനോഹരം പറയുന്നത്, ചേച്ചി നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആരോ മേഘയ്ക്കിട്ട് നല്ലൊരു പണി കൊടുത്തതാണെന്നാ. അത് കേട്ടപ്പോൾ മേഘയും അയാളെ ഒന്ന് നോക്കുവാണ്. അപ്പോൾ അയാൾ ചേച്ചിയോട് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് മേഘയ്ക്ക് പിന്നിലിരുന്ന് ഇങ്ങനെ കൂടെ ഓരോരോ ഉപദ്രവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു നല്ല ദിവസം നോക്കി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യൂ. പരിഹാരം ചെയ്താൽ മാത്രമേ ഇനി ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് നടക്കുള്ളൂ. മനോഹരം പറഞ്ഞത് കേട്ടപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, നിങ്ങളെന്ന് ഞങ്ങളെ രണ്ടുപേരെയും മാത്രം പറയരുത്. അതെന്താ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ? ഞങ്ങളുടെ കൂടെ ചേർന്നിട്ട് നീ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നോ? ഞാനായിട്ട് എന്ത് ചെയ്തതാ? നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു, അത്രയല്ലേ ഉള്ളൂ. മേഘ മനോഹരനെയും മുത്തശ്ശിയെയും മാറി മാറി നോക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മേഘ മനോഹരം പറയുന്നതും ശരിയാണ്. ആദ്യം ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാം. അതിനുശേഷമെങ്കിലും നിന്റെ ജീവിതത്തിൽ നല്ലത് നടക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മനോഹരം പറയുന്നുണ്ട്, അതിനുള്ള ചാൻസ് ഒന്നുമില്ല. അതെന്താടാ അതിനുള്ള ചാൻസ് ഇല്ലാത്തത്? ചേച്ചി, ഒരു പരിഹാരം ചെയ്താൽ മതിയാവില്ല. നിങ്ങൾ ചെയ്ത പാപത്തിന് ഒരുപാട് പരിഹാരം ചെയ്യേണ്ടി വരും. ചേച്ചി ദേഷ്യത്തോടെ മനോഹരനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ ചെയ്ത പാപങ്ങൾ കുറച്ചാണോ ഉള്ളത്? വലിയൊരു ലിസ്റ്റ് കണക്കിന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും ഒരു ലിസ്റ്റ് കണക്കിന് തന്നെ ഉണ്ടാവുമല്ലോ.
മനോഹരം പരിഹാസത്തോടെ കാര്യങ്ങൾ വിളിച്ചു പറയാണ്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ചെയ്താൽ മതി. അത് കേട്ട മനോഹരം വീണ്ടും പറയുന്നുണ്ട്, ആ ഒരു പരിഹാരമെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്യുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് മനോഹരം സ്ലോ മോഷനിൽ നടന്നു പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി മേഘയോട് പറയുന്നുണ്ട്, കണ്ടോ മേഘ, വന്ന് വന്ന് ഇവൻ വരെ നിന്നെ കളിയാക്കുന്ന അവസ്ഥയിലെത്തി. മേഘ ശരി, നാളെ തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോവാം. മുത്തശ്ശി പറഞ്ഞപ്പോൾ മേഘ അനുസരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് റോഡ് സൈഡിൽ നിന്നിട്ട് ഒരാൾ ചായ കുടിക്കുകയാണ്. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘയുടെ കയ്യിൽ നിന്ന് 50 കോടി രൂപയ്ക്ക് ആ ഒരു പുറമ്പോക്ക് സ്ഥലം വിറ്റിട്ടുണ്ടായിരുന്നില്ലേ, അയാളായിരുന്നു. അപ്പോൾ അതുവഴി ചന്ദ്രിക വണ്ടിയെടുത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക അയാളെ കണ്ട സമയത്ത് അവളവിടെ വണ്ടി നിർത്തുകയാണ്. അയാളാണെങ്കിൽ ചന്ദ്രികയെ കണ്ടിട്ടുമില്ല. അയാളൊരു ചെറിയ കടയിൽ നിന്നിട്ട് പുറത്ത് നിന്നിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക വിചാരിക്കുന്നുണ്ട്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. 50 കോടി രൂപ മേഘയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തിട്ട് പുറമ്പോക്ക് സ്ഥലം അവൾക്ക് വിറ്റ ആളല്ലേ ഇത്. ചന്ദ്രിക അയാളറിയാതെ അയാളെ വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ചായ കുടിച്ചതിന് ശേഷം കപ്പ് അവിടെ കൊടുത്തിട്ട് അയാൾ വേഗം തന്നെ അയാളുടെ കാറിലേക്ക് കയറുകയാണ്. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇയാൾ ഇവിടെ അടുത്തെവിടെയോ ആണ് ഒളിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ അയാൾ കാറ് എടുത്തപ്പോഴേക്കും ചന്ദ്രിക ചിന്തിക്കുന്നുണ്ട്, ഇയാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഇപ്പം തന്നെ കണ്ടുപിടിക്കാം. അങ്ങനെ ചന്ദ്രിക അയാളുടെ കാറിന് പിന്നാലെ തന്നെ വരികയാണ്. അപ്പോൾ അയാളുടെ മിററിൽ ചന്ദ്രിക ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചന്ദ്രിക അയാളെ ഫോളോ ചെയ്തിട്ട് അവരൊരു വീടിനടുത്തേക്കാണ്, ഒരു ഗോഡൗൺ പോലുള്ള ഒരു വീടിനടുത്തേക്കാണ് വന്ന് നിൽക്കുന്നത്. ആ ഒരു കെട്ടിടത്തിൻ്റെ പുറത്തിരുന്നിട്ട് 2 ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന ആൾക്കാർ മദ്യപിക്കുന്നുണ്ടായിരുന്നു. അയാളും നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ഇരുന്നിട്ട് അയാളും അവർക്കൊപ്പം മദ്യപിക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക അവരുടെ കണ്ണിൽപ്പെടാതെ പതുങ്ങി പതുങ്ങി അതിനകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക അവിടെ നിൽക്കുന്ന സമയത്ത് അവർ മദ്യപിച്ചിട്ട് ഇങ്ങനെ ഓരോരോ പ്ലാനുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രിക കുറച്ച് ദൂരത്ത് നിന്നാണ് ഇതൊക്കെ കാണുന്നത്. ചന്ദ്രിക അവിടെ ഒളിച്ച് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. സുന്ദർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘയുടെ ശരവണൻ എന്ന് പറഞ്ഞ അച്ഛൻ്റെ മകനാണ്. അപ്പോൾ അവനവിടെ വന്നപ്പോൾ ചന്ദ്രികയാണ് കാണുന്നത്. ചന്ദ്രിക ഒളിച്ചു നിന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. സുന്ദർ ചന്ദ്രികയെ കണ്ടപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഓ മൈ ഗോഡ്, ചന്ദ്രിക ഇവളിപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാവും, ഇപ്പം എന്താ ചെയ്യുക. എന്നിട്ട് അവൻ വേഗം പോക്കറ്റിലുള്ള ടവലെടുത്തിട്ട് അവൻ്റെ മുഖം മറച്ചു പിടിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രികയാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ റേഞ്ച് ഇല്ലാത്തത് കാരണം അവൾ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോഴേക്കും സുന്ദർ ഓടി വന്നിട്ട് ഈ ഗുണ്ടകളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് വന്നിട്ട് സുന്ദർ പറയുന്നുണ്ട്, ഡാ ചന്ദ്രിക നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞു. അത് കേട്ടത് അവരൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. അവൾ ഇപ്പം തന്നെ പോലീസിനെ ഫോൺ ചെയ്ത് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറയും. അവർ 3 പേരും പേടിയോടെ എഴുന്നേറ്റപ്പോൾ സുന്ദർ പറയുന്നുണ്ട്, അവളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൾ മാത്രം, ഞാനും കൂടി ഈ ഗ്യാങ്ങിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കില്ല. അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളെ നമ്മൾ ഇവിടെ വെച്ച് കൊന്നതിന് ശേഷം ഇന്ന് രാത്രി തന്നെ നമ്മൾ ശ്രീലങ്കയിലേക്ക് പോവും. അവിടെ വെച്ച് നമ്മൾ ഇന്തോനേഷ്യയിലേക്കും. അതിനുശേഷം ആരെ കൊണ്ടും നമ്മളെ തൊടാൻ പോലും കഴിയില്ല. ഇപ്പം എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ചന്ദ്രികയുടെ കഥ അവസാനിപ്പിച്ചേ മതിയാവൂ. ഏയ് വാടാ എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടകളൊക്കെ ചന്ദ്രികയെ തിരഞ്ഞിറങ്ങുവാണ്. ചന്ദ്രിക കുറച്ച് ദൂരത്തോട്ടേക്ക് പോയപ്പോഴേക്കും അവൾക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ ആദ്യം തന്നെ വിളിച്ചത് സിദ്ധാർത്ഥിനെയാണ്. സിദ്ധാർത്ഥും അവൻ്റെ ഫ്രണ്ടും കൂടി കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയുടെ കോൾ കണ്ടപ്പോൾ അവൻ കോൾ അറ്റൻഡ് ചെയ്യാണ്. ഹലോ സിദ്ധു സർ. പറയൂ ചന്ദ്രിക. മേഘയുടെ കയ്യിൽ നിന്നും 50 കോടി രൂപ തട്ടിയെടുത്തിട്ട് പോയൊരു റിയൽ എസ്റ്റേറ്റുകാരനുണ്ടായിരുന്നില്ലേ, അയാൾ കാഞ്ചീപുരം ഏരിയയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തായിട്ടാണുള്ളത്. ചന്ദ്രിക പതിഞ്ഞ ശബ്ദത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ പോലീസിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അവരെ പിടിക്കാം സാർ. അപ്പോൾ സിദ്ധാർത്ഥ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ചന്ദ്രിക ശരി, ഞാനിപ്പോൾ തന്നെ പോലീസിനെയും കൂട്ടി വരാം. നീ ഒരു കാര്യം ചെയ്, അവരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ അവിടെ എവിടെയെങ്കിലും മറിഞ്ഞു നിന്നിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അപ്പോൾ അപ്ഡേറ്റ് ചെയ്. ശരി സർ എന്ന് പറഞ്ഞ് ചന്ദ്രിക കോൾ കട്ട് ചെയ്തപ്പോൾ കൂട്ടുകാരൻ സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, ഏയ് എന്താടാ സംഭവിച്ചത്? അത് മേഘയെ പറ്റിച്ചിട്ടുണ്ടായിരുന്ന ഒരു റിയൽ എസ്റ്റേറ്റുകാരനില്ലേ, 50 കോടി രൂപ. അയാൾ കാഞ്ചീപുരം ഏരിയയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ട്. അവർ ആ ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഒളിച്ച് താമസിക്കുന്നതെന്നാണ് ചന്ദ്രിക പറഞ്ഞത്. പോലീസിനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞാൽ അവരെ പിടിക്കാമെന്നാണ് ചന്ദ്രിക പറയുന്നത്. ശരി, നീ എത്രയും പെട്ടെന്ന് പോലീസിനെ ഫോൺ ചെയ്. ആടാ, ഞാൻ AC വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു പെട്ടെന്ന് തന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണറെയാണ് കോൾ ചെയ്യുന്നത്. എന്നിട്ട് ചന്ദ്രിക പറഞ്ഞു കൊടുത്ത ഇൻഫർമേഷൻസൊക്കെ പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം, നിങ്ങളും അങ്ങോട്ടേക്ക് വന്നോളൂ. ശരി സർ, ഞാനും ഇപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്.
ശരി, നീ എത്രയും പെട്ടെന്ന് വണ്ടി എടുക്ക്, കൂട്ടുകാരൻ സിദ്ധുവിനോട് പറയാണ്. സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം ചന്ദ്രിക പതുങ്ങിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞപ്പോഴാണ് അവൾ കാണുന്നത് സുന്ദർ ഉൾപ്പെടെ ബാക്കി 3 പേരും ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുന്നത്. ചന്ദ്രിക ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുന്ദറാണ് പറയുന്നത്, ഏയ് അവളെ പിടിക്ക്. സുന്ദർ മാത്രമാണ് മുഖത്ത് മാസ്ക് വെച്ചതുപോലെ ടവൽ വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരുടെയും മുഖം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ പേടിയോടുകൂടി ഓടുവാണ്. ചന്ദ്രിക അവരുടെ കണ്ണിൽപ്പെടാതെ ഓടിയിട്ട് ഒരു കുറ്റിക്കാട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. അവിടെ ഫുള്ള് മുള്ളായിരുന്നു. സുന്ദറും ബാക്കിയുള്ളവരും അതിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ചന്ദ്രികയെ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെല്ലാവരും അവിടുന്ന് പോയപ്പോൾ ചന്ദ്രിക എഴുന്നേറ്റിട്ട് അവിടുന്ന് ഓടുവാണ്. പക്ഷെ അപ്പോഴേക്കും സുന്ദറിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും കണ്ണിൽ ചന്ദ്രിക പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ചന്ദ്രികയെ ഫോളോ ചെയ്യാണ്. അവസാനം ചന്ദ്രിക അവരുടെ കയ്യിൽ അകപ്പെടുന്നുണ്ട്. അവർ 4 പേരും കൂടി ചന്ദ്രികയെ വളഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം അയാൾ ചോദിക്കുന്നുണ്ട് ചന്ദ്രികയോട്, ഏയ് രക്ഷപ്പെട്ടു പോവാന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയ്ക്ക് നേരെ കയ്യോങ്ങിയതും ചന്ദ്രിക നന്നായിട്ടൊന്ന് അവൻ്റെ മുഖത്ത് നോക്കി പൊട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സുന്ദറാണ് ചന്ദ്രികയ്ക്ക് നേരെ വന്നത്. അവൻ്റെ മുഖത്തുള്ള മുഖംമൂടി എടുത്ത് മാറ്റാൻ ചന്ദ്രിക ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. പക്ഷെ അവരെയൊക്കെ ചന്ദ്രിക അടിച്ചോടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സിദ്ധുവിൻ്റെ കാർ അതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴാണ് ചന്ദ്രികയുടെ വണ്ടി അവൻ അവിടെ കാണുന്നത്. അതുകൊണ്ട് റിവേഴ്സ് എടുത്തിട്ട് സിദ്ധു അവിടെ വണ്ടി നിർത്തുകയാണ്. സിദ്ധു നേരെ വണ്ടി ഓടിച്ചിട്ട് ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ അവരൊക്കെ വീണ്ടും ചന്ദ്രികയ്ക്ക് പിന്നാലെ വന്നപ്പോഴേക്കും അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ചന്ദ്രിക ഓടി വന്ന് വീണ് നിന്നത് സിദ്ധാർത്ഥിൻ്റെ കാറിൻ്റെ മുന്നിലാണ്. ചന്ദ്രിക കാറിലേക്ക് നോക്കുന്ന സമയത്ത് സിദ്ധു കാറിൽ നിന്ന് വേഗം ഇറങ്ങുന്നുണ്ടായിരുന്നു. സിദ്ധു സർ. അപ്പോൾ സിദ്ധു വേഗം വന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ചന്ദ്രിക നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല സർ, എനിക്കൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും അവർ 4 പേരും വന്നിട്ട് കാറിൻ്റെ മുന്നിൽ ചന്ദ്രികയ്ക്ക് മുന്നിലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പണം തട്ടിയവൻ പറയുന്നുണ്ട് മറ്റുള്ളവരോട്, ഏയ് പോയിട്ട് അവരെ 3 പേരെയും അടിച്ചോടിക്കടാ. അപ്പോൾ സിദ്ധു ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക നീ പോയി കാറിലിരിക്ക്. സർ വേണ്ട സർ, അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട്. വേണ്ട സർ, അവരുടെ അടുത്തേക്ക് പോണ്ട സർ, വാ നമുക്ക് പോവാം. സർ പോലീസിനെ അറിയിച്ചതല്ലേ? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക ഇവരെ ഭയന്ന് പോവാനാണോ നീ പറയുന്നത്? എന്തായാലും പോലീസ് വരുമ്പോഴേക്കും ഇവർ രക്ഷപ്പെടും. അതുകൊണ്ട് ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുന്നുള്ളൂ. സിദ്ധു തീർത്ത് പറയുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.